ഈ ഒരു സീസൺ എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത്ര മികച്ച സീസണൊന്നുമല്ല. എന്തായാലും കഴിഞ്ഞ ഒരു കളി, അതായത് മുംബൈ സിറ്റി എഫ് സിയുമായിട്ടുള്ള കഴിഞ്ഞ ഒരു കളി വിജയിച്ചതിന് ശേഷം നമ്മുടെ ഫാൻസ് അതാണ് സീസൺ ജയിച്ച ആഘോഷം പോലെയാണ്. ഈ മീഡിയ കോർ ഫാൻസ് എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഇവന്മാരാണ് ഈ ഒരു ക്ലബിനെ ഈ ഒരു ലെവലിലാക്കുന്നത്. എന്തായാലും മീഡിയ കോർ ഫാൻസ് കുറഞ്ഞു വരികയാണ്. എന്തായാലും ഷീൽഡ് ലക്ഷ്യം വെച്ച് ആ ഒരു രീതിയിൽ ആ ഒരു മെൻറ്റാലിറ്റി ഉള്ള ഫാൻസാണ് നമുക്ക് വേണ്ടത്. അതായത് പ്ലേ ഓഫ് ഒന്നുമല്ല, ഷീൽഡ് റേസിൽ ടീം വേണം എന്നൊരു മെൻറ്റാലിറ്റി ഉള്ള, അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്ന, അതായത് ആ ഒരു റേസിലേക്ക് വരാത്ത ടീമാണെങ്കിൽ പ്രതിഷേധിക്കുന്ന ഫാൻസിനെയാണ് നമുക്ക് വേണ്ടത്. എന്തായാലും ഇപ്പോൾ കുറച്ച് പേര് ആ ഒരു മീഡിയ കോർ ഫാൻസിൽ നിന്ന് അത് ഒരു ഹൈ മെൻറ്റാലിറ്റി ഉള്ള ടോപ്പ് ക്ലബിൻ്റെ മെൻറ്റാലിറ്റി ഉള്ളൊരു ഫാനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്നത് നമുക്കാണ്. അത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ഫാൻസിനെക്കാളും ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്ന ഫാൻസ് നമ്മളാണ്. അത് നിങ്ങളൊന്ന് ആലോചിക്കുക. നമ്മളത് ഒട്ടും ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം. എന്തായാലും ഡിമാൻഡ്സൊക്കെ കണ്ടിന്യൂ ചെയ്യണം. ഇതുപോലെ പോയാൽ നമ്മൾ ഷീൽഡ് റേസിലേക്ക് തന്നെ എത്തണം, ഷീൽഡ് അടിക്കണം. ACL2 എന്ന് പറയുന്നത് ഒരു അൽ നാസർ അങ്ങനെ വമ്പ ക്ലബ്ബായിട്ട് നമുക്ക് കളിക്കാൻ സാധിക്കും. റൊണാൾഡോയ്ക്കെതിരെ കളിക്കാൻ സാധിക്കും, നെയ്മറിനെതിരെ കളിക്കാൻ സാധിക്കും. നെയ്മർ ഇപ്പോൾ പോയി എങ്കിൽ പോലും അവിടെ ഇപ്പോൾ ടോപ്പ് പ്ലേയേഴ്സാണ്, അവർക്കെതിരെ നമുക്ക് കളിക്കാൻ സാധിക്കും. നമ്മൾ ക്വാളിഫൈ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒന്ന് ഓർക്കുക. ആ ഒരു മെൻറ്റാലിറ്റി ഫാൻസിനും വേണം, എന്നാൽ മാത്രമേ ക്ലബ്ബും മുന്നോട്ട് പോകത്തുള്ളൂ. എന്ന് ഞാനിവിടെ പറയാൻ വന്ന കാര്യം എന്ന് പറയുന്നത് അഡ്രിയാനോടെ കുറിച്ചാണ്. അഡ്രിയാനോടെ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ക്ലബിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഈ ഒരു സീസണിൽ വളരെ മോശമാണ്. എന്താ പറയുക, എനിക്കൊന്ന് റീതിങ്ക് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് റീവാലുവേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ മാനേജ്മെൻറ്റും റീതിങ്ക് ചെയ്യണം, അവർക്കും റീവാലുവേറ്റ് ചെയ്യണം. ആരൊക്കെ വേണം, ആരൊക്കെ നിൽക്കണം, ആരൊക്കെ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അദ്ദേഹം അതിലൂടെ ഉദ്ദേശിച്ചൊരു കാര്യം എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ താൻ പോകാൻ തയ്യാറാണ് എന്ന് തന്നെയാണ്. അതായത് ക്ലബിന് നല്ലതിന് വേണ്ടി തന്നോട് മാനേജ്മെൻറ്റ് പോകാൻ പറഞ്ഞാൽ താൻ പോകുമെന്ന് തന്നെയാണ് അഡ്രിയാനോണ അതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. 2027 വരെ കോൺട്രാക്റ്റുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ക്ലബിന് വേണ്ടി അദ്ദേഹം പോകാൻ തയ്യാറാണെന്ന് എടുത്തു പറയുന്നു. കാരണം ഇതിന് കുറേയധികം ഓഫർ വേറെ ക്ലബ്സിൽ നിന്നും വരുന്നുണ്ട്. അദ്ദേഹത്തിന് എന്താ പറയുക, വലിയ ഫൈനൊന്നും കൊടുത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് വിടേണ്ട ആവശ്യമൊന്നുമില്ല. മറ്റുള്ള ക്ലബ്ബുകളൊക്കെ സുഖമായിട്ട് കൊത്തിക്കൊണ്ട് പോയിക്കോ. അത് അഡ്രിയാനോണയ്ക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അങ്ങനെയും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പിന്നെ ക്ലബ്ബ് വിജയിക്കണം. ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബിൽ അദ്ദേഹം 4 വർഷം ഉണ്ടായിരുന്നു. അതിൻ്റെ മകൻ മരിച്ചപ്പോഴും എല്ലാം സപ്പോർട്ട് ചെയ്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആ ഒരു സ്നേഹം ഉറപ്പായിട്ടും അദ്ദേഹത്തിന് ഫാൻസിനോടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ ആ ഒരു ലെവലിൽ കാണണ്ട, ഇമോഷണലി അങ്ങനെയൊന്നും കാണേണ്ട ആവശ്യമില്ല. ഇമോഷണലി നമ്മൾ ഫാൻസിൻ്റെ കാര്യമോ അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചാരോ അതൊന്നും നമ്മൾ നോക്കാം. നമ്മൾ ക്ലബിൻ്റെ കാര്യം നോക്കിയാൽ മാത്രം മതി. അതാണൊരു ഫാൻ എന്ന രീതിയിൽ നമ്മൾ ചെയ്യും. ഇമോഷണലി നമ്മൾ ഒരു പ്ലേസുമായിട്ടും ഇതാവരുത്. ക്ലബ്ബ് ഷീൽഡ് അടിക്കുന്നില്ല, ട്രോഫി അടിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ മാത്രം നമ്മൾ ഇമോഷണൽ ആക്കേണ്ട ആവശ്യമുള്ളൂ. വേറെ ഒരു കാര്യത്തിലും, അതായത് നോവാസതി അടിയിട്ടു, അഡ്രിയാനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യം. അവരെന്തെങ്കിലും ചെയ്തിട്ട്, പ്ലേയേഴ്സ് എന്തെങ്കിലും ചെയ്തിട്ട് അവർ നല്ലോണം കളിയാണ്. ദിമിത്രി പെട്രറ്റോസ് എന്ന് പറയുന്ന പ്ലെയറാണ് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. മോഹൻ ബഗാനെ പലപ്പോഴും വിജയിപ്പിച്ചിട്ടുള്ളൊരു, പല ക്രൂഷ്യൽ മാച്ചിലും വിജയിപ്പിച്ചിട്ടുള്ളൊരു താരം എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹം മോശമായിട്ട് പെർഫോം ചെയ്തപ്പോൾ എന്തൊക്കെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ആരാധകർ പറഞ്ഞിട്ടുള്ളത് നിങ്ങളെല്ലാം കണ്ടു കാണും. യോൽ വാനീഫ് എന്ന് പറയുന്നൊരു പ്ലെയർ മുംബൈ സിറ്റിയുടെ ഏറ്റവും മികച്ച പ്ലെയറാണ്. അവർ ട്രോഫിയൊക്കെ വിജയിക്കാൻ വളരെ നിർണായക പങ്കുവഹിച്ച പ്ലെയറാണ്. അവർക്ക് 6-7 ഫാൻസ് ഉള്ളെങ്കിൽ പോലും യോൽ വാനീഫിനെ മുന്നിൽ നിന്ന് അവർ ചീത്ത വിളിക്കുകയാണ് വളരെ മോശമായിട്ട്. യോൽ വാനീഫിനെ അതുകൊണ്ടാണ് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത്. നമ്മളൊക്കെ ഭയങ്കര ഒന്നും പറയുന്നില്ല പ്ലേയേഴ്സിനെ ഒന്നും. അതായത് ഇവിടുത്തെ ഒരു ആർമി തന്നെ പറയുന്നുണ്ട്, നമ്മളെന്തിനാ പ്ലേയേഴ്സിനെ കുറ്റം പറയുന്നത്, നമ്മൾ മാനേജ്മെൻറ്റിനെ കുറ്റം പറയുന്നത്. പിന്നെ ഇവന്മാർ നല്ലവണ്ണം കളിച്ചില്ലെങ്കിൽ നമ്മളെങ്ങനെ മാനേജ്മെൻറ്റ് ഇവർ നല്ലവണ്ണം കളിക്കുമെന്ന വിശ്വാസത്തിൽ ഇവരെ കൊണ്ടുവരുന്നത്. ഇവർ കളിക്കുന്നില്ല, പിന്നെ പ്ലേയേഴ്സിനെ കുറ്റം പറയാതിരുന്നത് എങ്ങനെയാണ്? ഞാൻ പറയുന്നത് ഈ ഒരു ഇമോഷണൽ കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വെക്കണം. അതായത് ഇവരടിയിട്ടു, അതുപോലെ തന്നെ അയാളുടെ ഇങ്ങനത്തെ കാര്യം അങ്ങനത്തെ കാര്യം അതൊക്കെ ഒന്ന് മാറ്റി വെക്കണം. അയാൾ ഇത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് പിച്ചിൽ, അതിലൂടെ ഒരു മാച്ച് നല്ലോണം കളിച്ചു, ഈ മനുഷ്യൻ്റെ കഷ്ടപ്പാട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലെയർ കളിച്ചു കഴിഞ്ഞാൽ അവരുടെ അതൊക്കെ നമ്മൾ അതൊക്കെ നമുക്ക് പറയാം. ബട്ട് അതിനെ ഓവറാക്കി, പ്ലെയർ എന്ന രീതിയിൽ ഓവറാക്കരുത്, ഇമോഷൻ ആക്കരുത്. തോറ്റാൽ നമ്മൾ എല്ലാ പ്ലേയേഴ്സിനെയും കുറ്റം പറയണം. അവരാരും നല്ലോണം കളിക്കാത്തതുകൊണ്ട് തന്നെയാണ് തോറ്റത്. നിങ്ങൾ കഴിഞ്ഞ കളി നോക്കാം, ആ ഒരു കളി വിജയിച്ചപ്പോൾ നമ്മൾ പ്ലേയേഴ്സിൻ്റെ സ്റ്റാർട്ടൊക്കെ നോക്കാം, അത്യാവശ്യം നല്ല സ്റ്റാർട്ട്സാണ്. അതാണ് പറയുന്നത്, നമ്മൾ ഒരിക്കലും പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ ഇമോഷണൽ ആവരുത്, ക്ലബിൻ്റെ കാര്യത്തിൽ ഉറപ്പായിട്ടും ഇമോഷണൽ ആവണം. അങ്ങനെ ഒരു ഫാൻ മെൻറ്റാലിറ്റിയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഒരു ഫാൻ മെൻറ്റാലിറ്റിയിലേക്ക് എല്ലാവരും വരുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാനിത് പറയുമ്പോൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചീത്ത വിളിക്കുന്ന ഒരുപാട് പേര് കാണും. പക്ഷേ ഞാൻ ഈ പറയുന്നത് എന്താ പറയുക, ഫ്യൂച്ചർ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ എനിക്കുള്ള എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ഞാൻ ഫാൻസിനെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ ഇവരിപ്പോൾ നിൽക്കുന്ന ആ ഒരു മീഡിയ കോർ ഫാൻസ് എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഇതൊക്കെ വളരെ കഷ്ടപ്പെട്ട് പറയുന്നത്.
ബട്ട് അത് മനസ്സിലാക്കാത്ത കുറേ പേര് കമൻറ്റ് ബോക്സിൽ വന്ന് ചീത്തവിളി തെറിവിളി ഇവൻ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അങ്ങനെയൊക്കെ പറഞ്ഞു എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കാത്തവരാണ് നിങ്ങൾ. അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് നിങ്ങൾ ആ ഒരു മെൻറ്റാലിറ്റിയിലേക്കെങ്കിലും വരും. അതായത് ഒരു മോഹൻ ബഗാൻ ഫാൻസ്, ബംഗാൾ ഫാൻസിൻ്റെ ആ ഒരു മെൻറ്റാലിറ്റി. ബംഗാൾ ഫാൻസിൻ്റെ സെയിം മെൻറ്റാലിറ്റി നമുക്കും എടുക്കാം. നമുക്കും അത്രത്തോളം ഫാൻസ് ഉണ്ട്. ഒരുപക്ഷെ അതിനെക്കാട്ടി കൂടുതൽ ഫാൻ സപ്പോർട്ട് സോഷ്യൽ മീഡിയയിലും മറ്റ് കാര്യങ്ങളിലും ഒക്കെ ഉണ്ട്. പലതരത്തിൽ നമ്മൾ വരുമാനം കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതായത് യൂട്യൂബ് ചാനലിൽ നിന്ന് ഏതെങ്കിലും ക്ലബ്ബിന് വലിയ തരത്തിലുള്ള വരുമാനം കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ഒരിക്കലില്ല. ബട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് യൂട്യൂബ് ചാനലിൽ നിന്നും വലിയ തരത്തിലുള്ള വരുമാനങ്ങൾ കിട്ടുന്നുണ്ട്. അത് നിങ്ങളൊന്ന് ആലോചിക്കുക. വേറെ സ്പോൺസർഷിപ്പിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സ്പോൺസർമാരെ നമ്മളാണ് ക്രിയേറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഫാൻ ബേസ് കാരണമാണ്. വളരെ വലിയ ആൾക്കാർ വരെ നമ്മുടെ ഓണർഷിപ്പിന് വേണ്ടി വന്നിട്ടുണ്ട്. സോ ഇതൊക്കെ നമ്മളെ ആ ഒരു ഫാൻസിനെ കണ്ടിട്ടാണ്. സോ നമുക്ക് അത്രത്തോളം ഡിമാൻഡ് ചെയ്യാമെന്നുള്ള കാര്യം നമ്മൾ തന്നെ മറന്നു പോവുകയാണ്. മഞ്ഞപ്പടയ്ക്ക് തന്നെ അത് മനസ്സിലായത് ഒരു സീസണൊക്കെ പകുതിയായപ്പോഴാണ്. അവരും ഫ്രണ്ടിലോട്ട് ഇറങ്ങിയത്. അവർ ഫ്രണ്ടിലോട്ട് ഇറങ്ങിയപ്പോൾ അവർ നിരാശപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ പിന്നിലേക്ക് വലിക്കാൻ വേറെ കുറേ ഫാൻസ്. ഇങ്ങനെ പ്ലേസിനെ പറയാമോ, അവരെ എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയുന്നത്, അവർ എന്ത് ചെയ്തിട്ടാണ്, അവരൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലെവലിൽ നിൽക്കുന്നത്. ഞാൻ പലവട്ടം നിങ്ങളോട് പറയുന്നുണ്ട്. സോ എന്തായാലും അഡ്രിയാലോടെ നല്ലവണ്ണം കളിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലേസ് നല്ലവണ്ണം കളിച്ചിരുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു പ്ലേസിൽ ടീം ഒട്ടാകെ മികച്ച രീതിയിൽ കളിച്ചിരുന്നെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ആ ഒരു ലെവലിലേക്ക് എത്തിക്കണം. പിന്നെ ഈ ഒരു മത്സരം, എന്താ പറയുക, ഇതുമില്ലാത്ത ഈ ഒരു മത്സരം വിജയിച്ചിന് ഇത്രത്തോളം എന്തിനാണ് ആഘോഷിക്കുന്നതെന്നും സ്റ്റിൽ എനിക്കറിയില്ല. പിന്നെ പറയാം നമ്മുടെ ടീമൊക്കെ വല്ലപ്പോഴും അല്ലേ ജയിക്കുന്നത്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയെങ്കിലും ആഘോഷിക്കേണ്ടേ എന്നൊക്കെ നിങ്ങൾ പലരും പറയുമായിരിക്കും. ബട്ട് അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. സത്യം പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഞാൻ പ്രാർത്ഥിച്ചൊരു കാര്യമെന്ന് നമ്മൾ അവസാനത്തെ 2 മാച്ചും തോൽക്കണമെന്നാണ്. അങ്ങനെ ഞാൻ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ 2 മാച്ച് വിജയിക്കുമ്പോൾ നമ്മുടെ മാനേജ്മെൻറ്റ് ഈ ടീം ഇപ്പം ഡിഫൻസീവ്ലി കുറച്ച് പവറായിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയാണ് മറ്റേ ആണെന്നൊക്കെ അവർ ചിന്തിച്ചുകൊണ്ട് പിന്നെ അവർ റിക്രൂട്ട്മെൻറ്റ് നടത്തില്ല. അതാണ് സെയിം സംഭവിച്ചത്. നിങ്ങളൊന്ന് ചിന്തിക്കുക. നമ്മുടെ ടി വി പുരുഷോത്തമൻ്റെ കാര്യത്തിലും മറ്റേ ആ ഒരു അസിസ്റ്റൻറ്റ് കോച്ചിൻ്റെ കാര്യത്തിലും, അതൊക്കെ തോമസ് ജോർജിൻ്റെ കാര്യത്തിൽ ഇവരെന്തൊക്കെയോ ചെയ്യുമെന്ന് വിചാരിച്ച് നമ്മുടെ മാനേജ്മെൻറ്റ് അനങ്ങിയില്ല. സോ ഈ 2 കളി വിജയിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മുടെ മാനേജ്മെൻറ്റ് ഒന്നും ചെയ്തില്ല. ഈ 2 കളി ചെയ്തു, അടുത്ത കളി വിജയിച്ച് നമ്മുടെ മാനേജ്മെൻറ്റ് ഇനി ഒന്നും ചെയ്തില്ല. ഇത് തോറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയുന്നത്. ഇനി ഡിഫൻസിലേക്ക് അവർ ഇതും ജയിച്ച് കഴിഞ്ഞാൽ ഒരു കോപ്പും സൂപ്പർ കപ്പിലും അവരുണ്ടാകത്തില്ല. അത് ഉറപ്പുള്ളൊരു കാര്യമാണ്. സോ എന്തായാലും ഇതിനെയൊക്കെ ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. അതായത് നിങ്ങളൊരു മീഡിയ കോർ ഫാൻസാണോ, അല്ലെങ്കിൽ എന്താ പറയുക ഹൈ മെൻറ്റാലിറ്റി ചിന്തിക്കുന്ന ഫാൻസാണോ എന്നൊക്കെ. എന്തായാലും ഞാൻ നിങ്ങളോട് പറയുന്നത് ഉറപ്പായിട്ടും ആ ഒരു ചാമ്പ്യൻ മെൻറ്റാലിറ്റി ഫാൻസ് ആകാൻ വേണ്ടിയിട്ട് എപ്പോഴും ഡിമാൻഡ് ചെയ്യുക, പ്രതിഷേധിക്കുക, കേടിത്തി പോകാതിരിക്കുക, അങ്ങനെയുള്ള കാര്യം. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ FC ഗോവ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന ടീമാണ്. അവരിടയ്ക്ക് വെച്ച് എന്താ പറയുക മോശം രീതിയിൽ കളിപ്പോയപ്പോഴത്തേനും അവർ ഫാൻസ് വന്നില്ല. പിന്നെ ആ ഒരു ഫാൻസിനെ തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അതാണ് നമ്മൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം വേണ്ട എന്നൊക്കെ ഫസ്റ്റ് പറയുന്നത്. ബട്ട് സ്റ്റിൽ ആ ഒരു ലെവലിലേക്ക് തന്നെ നമ്മുടെ ഈ ഒരു ക്ലബ്ബ് പോവുകയാണ്. പ്ലേ ഓഫിൽ കയറുന്നതല്ല, അടുത്ത പ്രാവശ്യം ഒരു പ്ലേ ഓഫ് 6ാം സ്ഥാനത്തോ 5ാം സ്ഥാനത്തോ നമ്മൾ പ്ലേ ഓഫിൽ കയറുമായിരിക്കും. ഈ സീസണിൽ നമ്മൾ പ്ലേ ഓഫിൽ കയറി, അടുത്ത സീസണിൽ ഇനി നമ്മൾ ഒരു പടിയും കൂടെ മുന്നോട്ട് വെച്ച് കപ്പടിക്കുമെന്ന് പറയും. ബട്ട് ഇതൊന്നുമല്ല സംഭവിക്കാൻ പോകുന്നത്. ഒന്നും നടക്കത്തില്ല. എല്ലാം അടുത്ത സീസൺ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു വുമൻസ് ക്ലബ്ബിനെ പോലും ചൊവ്വേന്നേരം ഇറക്കാൻ സാധിക്കും. ഐ ലീഗ് ക്ലബ്ബ് വരെ, ഇപ്പോൾ ഇൻ്റർകാശ് വരെ വുമൻസ് ക്ലബ്ബിനെ ഇറക്കി. ഇവിടെ വുമൻസ് ക്ലബ്ബിനെ ഇറക്കാൻ സാധിക്കുന്നില്ല. എന്താണ്? ഇവർ പൈസ ഇടുന്നില്ല. അവർക്ക് പൈസ അല്ലാതെ കളയാൻ ഒരു താല്പര്യമില്ല. ഇവർ ലാഭം മാത്രം നോക്കിയുള്ള ബിസിനസ്സാണ് നടത്തുന്നത്. ഇവരെടുത്ത ടീമുകളെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ഫാൻസ് ഉള്ളത് കേരളയിലാണ്. സോ കേരള ടീമിനെ അവരെടുത്തു. ഏറ്റവും കൂടുതൽ കബഡി ഫാൻസ് ഉള്ളത് തമിഴ്നാട്ടിലാണ്. സോ ആ ഒരു തമിഴ് ക്ലബ്ബിനെ എടുത്തു. ബട്ട് 2 ക്ലബിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരുപോലെയാണ്. തമിഴ് തലവേസും പൊട്ടിപ്പാളീസായി കിടക്കുകയാണ്, കേരള ബ്ലാസ്റ്റേഴ്സും പൊട്ടിപ്പാളീസായി കിടക്കുകയാണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ നിഖിൽ നിമകണ്ടയുടെയും നിമകണ്ട പ്രസാദിൻ്റെയും കീഴിലുള്ള മാഗ്നം ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ടീമുകളുടെ അവസ്ഥ എന്ന് പറയുന്നതിലും മാനേജ്മെൻറ്റ് പ്രശ്നമുണ്ട്, അതുപോലെ പ്ലേയേഴ്സ് പ്രശ്നമുണ്ട്, പിന്നെ നമ്മുടെ ഫാൻസിൻ്റെ മെൻറ്റാലിറ്റിയിലും വലിയ തരത്തിലുള്ള പ്രശ്നമുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഈ ടൈപ്പ് ഓഫ് പ്രതിഷേധം 2 സീസൺ മുമ്പേയൊക്കെ അറിയിച്ചിരുന്നെങ്കിൽ, ഇവാൻ കുമനോവിച്ചിൻ്റെ സീസണിലെ, അതായത് ആ ഒരു ഫൈനലിന് ശേഷമുള്ള 2 സീസണിലെ, അതായത് വെറുതെ നമ്മൾ പ്ലേ ഓഫിൽ മാത്രം കയറിയ ആ ഒരു സീസണിൽ നമ്മൾ അറിയിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇതിനേക്കാട്ടി മികച്ചൊരു ടീമിനെ സെറ്റ് ചെയ്ത് ഇതിനെ മികച്ചൊരു എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേനെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 4 കിരീടമാണ് ഒരു സീസണിൽ 4 കിരീടം. അതിൽ ഒരു കിരീടം പോലും അടിക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് ഭയങ്കര വിഷമമാണ്. 4 കിരീടം, അത് ഇത്ര ഫാൻ ബേസുള്ള ടീം 4 കിരീടത്തിൽ ഒരെണ്ണം പോലും അടിക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ISL ട്രോഫി, ISL ഷീൽഡ്, ഡൂറൻ കപ്പ്, സൂപ്പർ കപ്പ്, ഈ 4 ട്രോഫിയിൽ ഒരെണ്ണം അടിക്കാൻ സാധിക്കും. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരെണ്ണം പോലും അടി. അപ്പോഴീ ഒരു ടീമിൻ്റെ ദയനീയാവസ്ഥ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സോ എന്തായാലും ഈ ഒരു വീഡിയോത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെന്താ പറയുക, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ എന്നൊക്കെ പറയാം. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്,
പ്രതിഷേധം കണ്ടിന്യൂ ചെയ്യുക, മഞ്ഞപ്പടയെ സപ്പോർട്ട് ചെയ്യുക. കാരണം അവരെ സപ്പോർട്ട് ചെയ്യാതെ ഞാൻ കുറേ പേരെ കണ്ടിട്ടുണ്ട്, കുറേ പേര് അവർക്കെതിരെ പറയുന്നത്. നമ്മൾ സ്റ്റിൽ മഞ്ഞപ്പടയെ സപ്പോർട്ട് ചെയ്യണം. കാരണം അവർക്കും ബോധം വരാൻ കുറച്ച് താമസിച്ചു, പക്ഷേ ബോധം വന്നപ്പോൾ അവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയാം. സോ അവരുടെ എന്താ പറയുക, ഈ ഒരു മൂവ്മെൻറ്റിനെയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. സോ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ ഈ വീഡിയോത്തുള്ളത് ഇഷ്ടപ്പെടുത്തി ലൈക്ക് ചെയ്ത് ഗുഡ് ബൈ.